नमस्ते दोस्तों, हिंदी वर्ल्ड में आप सबका फिर से स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ളത് ഗ്രാമറിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. കോൺസാ ശബ്ദ് ജാതിവാചക സംഖ്യ ഹെ? അതിൻ്റെ ആൻസർ വരുന്നത് നദിയാണ്. ഇനി നമുക്ക് സംഖ്യ എന്താണെന്ന് നോക്കാം. क्या वह विकारी शब्द को कहते हैं जिससे किसी व्यक्ति वस्तु स्थान भाव या गुण का नाम का बोध हो, जैसे मोहन, पुस्तक, विद्यालय, हंसी खुशी ആദി. അപ്പോൾ സംഖ്യ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ഇംഗ്ലീഷിലെ വേർഡ് ഓർത്താൽ മതി. നൗൺ അല്ലേ, നൗണ് തന്നെയാണ്, ഇംഗ്ലീഷിലെ നൗണാണ് ഹിന്ദിയിൽ നമ്മൾ സംഖ്യ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു ഭാവത്തെ സൂചിപ്പിക്കുന്നതിനെയൊക്കെ നമുക്ക് ഗുണനെ സൂചിപ്പിക്കുന്നതിനെ സംഖ്യ എന്ന് പറയാനായിട്ട് കഴിയും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് മോഹൻ, പുസ്തക്, ഹസി ഖുഷിയൊക്കെ. ഇനി ഇതിന് മെയിനായിട്ട് 3 ഭേദമാണുള്ളത്. ആ ടൈപ്പുകളുടെ പേരാണ് വ്യക്തിവാചക സംഖ്യ, ജാതിവാചക സംഖ്യ, ഭാവവാചക സംഖ്യ. ഇത് മെയിനായിട്ടുള്ള 3 പിന്നെ അത് കൂടാതെ 2 കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, സമുദായവാചക സംഖ്യയും ദ്രവ്യവാചക സംഖ്യയും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ വ്യക്തിവാചക സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് നമുക്ക് അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലേ. അതായത് ഒരുപാട് മനുഷ്യരുണ്ട്, അതിലൊരാളാണ്, ഒരു പർട്ടിക്കുലർ ആളാണ് മോഹൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഹൻ വ്യക്തിവാചക സംഖ്യയിലായിരിക്കും വരിക. ഇനി ജാതിവാചകം ആകുമ്പോൾ എന്താ, മോഹൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ മനുഷ്യനാകുമ്പോൾ എന്തായി, അവിടെ മനുഷ്യൻ എന്നുള്ളത് ജാതിവാചക സംഖ്യയായി. ഇനി അദ്ദേഹത്തിനുള്ള ഒരു ഭാവം ഓർത്തേ, ഖുഷിയല്ലേ, സന്തോഷം, അപ്പോൾ അത് ഭാവവാചക സംഖ്യയായി. ഇനി നമുക്ക് വ്യക്തിവാചക സംഖ്യയിൽ വേറൊരു ഉദാഹരണം എടുക്കാം. ഗംഗ അല്ലേ, ഒരു നദിയുടെ പേരാണ് ഗംഗ. അപ്പോൾ പർട്ടിക്കുലർ നദിയായി, അതെന്തായി, വ്യക്തിവാചക സംഖ്യയായി. ഇനി അപ്പോൾ അതിൻ്റെ ജാതി എന്ത് വരും, നദിയല്ലേ. അതിൻ്റെ തന്നെ ഒരു നദികളെല്ലാത്തിനെയും സൂചിപ്പിക്കുന്നത് നദി എന്ന് പറയുന്ന വാക്കല്ലേ, അത് ഏതും ആവാം, ഏത് നദിയും ആവാം. അപ്പോൾ അത് ജാതിവാചകമായി. പിന്നെ ഭാവവാചക നമുക്ക് ഇതിൽ ഒരുപാട് ഉദാഹരണം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യം, പ്യാർ, മനുഷ്യ, ഇതൊക്കെ ഭാവവാചകിൽ തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞത് 2 എക്സ്ട്രാ, സമുദായവാചകവും ദ്രവ്യവാചകവും. സമുദായവാചകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട് സമുദായം അല്ലെങ്കിൽ സമൂഹം. അതായത് जो संज्ञा प्राणी व पदार्थ का समुदाय या समूह का बोध कराते हैं. ഇത് എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണ് ഏറ്റവും എളുപ്പം. സഭ, സേന, ഇതൊക്കെ എന്താണ്, ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന അല്ലേ, ഭീഡ്, ആൾക്കൂട്ടം, ഇങ്ങനെ കൂട്ടത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സുകളാണെങ്കിൽ അത് സമുദായവാചകമാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ദ്രവ്യവാചകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ വല്ല ദ്രവ്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയൽസോ അതിനെക്കുറിച്ചാണോ പറയുന്നതെന്ന് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ സ്വർണ്ണത്തെ അതിന് ഉദാഹരണമാണ്. അതേപോലെ പാനി, വെള്ളം, അതിന് ഉദാഹരണം അതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അത് അതിന് ഉദാഹരണമാണ്. പിന്നെ തേൽ, ഓയിലൊക്കെ ഇതുപോലെയുള്ള ദ്രവ്യമാണല്ലോ, അപ്പോൾ ദ്രവ്യവാചകിൽ അത് ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സംഖ്യ ഏകദേശം നിങ്ങൾക്ക് ക്ലിയറായെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കെ സമുച്ചയ്ക്കോ ക്യാ കഹത്തെ ഹെ? ഇതാണ് അടുത്ത ചോദ്യം. എൻ്റെ ആൻസർ വരുന്നത് ലിപിയാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര രൂപ സെ അർത്ഥ കാ വഹൻ കർണേ വാല ഭാഷ കി ഇക്കായി. എൻ്റെ ആൻസർ വരുന്നത് ശബ്ദമാണ്. ശബ്ദ വേർഡാണല്ലോ, മീനിങ് ഫുള്ളായിട്ട് ഏറ്റവും ചെറിയ ഇക്കായി, ശബ്ദമാണ് വരുന്നത്. അടുത്ത ചോദ്യം, വഹ് ഘർ ജാത്താ ഹെ संरचना की दृष्टि से यह निम्नलिखित में से कौन सा वाक्य है? അപ്പോൾ ഇതിൽ ഏത് വാക്യമാണ് വരുന്നതെന്ന് വെച്ചാൽ സരൾ വാക്യമാണ് വരുന്നത്. ഈ ദൃഷ്ടിसे നമുക്ക് വാക്യത്തിൻ്റെ 3 ഭേദം കാണാനായിട്ട് കഴിയും. അതാണ് സരൾ വാക്യം അല്ലെങ്കിൽ സാധാരണ വാക്യം എന്ന് പറയാം. പിന്നെ മിശ്ര വാക്യം, സംയുക്ത വാക്യം. ഇതിൽ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ഒരു വാക്യത്തിലെ ഉദ്ദേശവും വിധേയവും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ആ വാക്യത്തിൽ എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് ഉദ്ദേശം.
ആ ഉദ്ദേശത്തിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് വിധേയ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് കിടക്കാം. सरल अथवा साधारण वाक्य, जिस वाक्य में एक ही उद्देश्य और एक ही विधेय हो वह सरल अथवा साधारण वाक्य कहलाते हैं. മനസ്സിലായില്ല? അതായത് ഇവിടെ ഒരു ഉദ്ദേശവും ഒരു വിധേയം ഉണ്ടാവുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ വാക്യത്തെ നമുക്ക് സരൾ വാക്യമായിട്ട് പറയാം. ഉദാഹരണമായിട്ട് ലഡ്ക പുസ്തക് പഠിത്താ ഹെ, ബച്ച സോത്താ ഹെ. ഇവിടെ ബച്ചായാണ് അവിടുത്തെ ഉദ്ദേശ്, സോത്താ ഹെ എന്നുള്ളത് വിധേയാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ്, ഒരു ഉദ്ദേശം ഒരു വിധേയം മാത്രമേ സരൾ വാക്യത്തിൽ ഉണ്ടാവുള്ളൂ. ഇനി മിശ്രവാക്യം എന്താണെന്ന് നോക്കാം. മിശ്രവാക്യം എന്ന് പറഞ്ഞാൽ ജിസ് വാക്യമേ അല്ലെങ്കിൽ ഏക് പ്രധാൻ വാക്യ ഓർ ഉസ്കെ അധീൻ ഏക് സെ അധിക ഉപവാക്യ. അതായത് ഒരു മെയിൻ വാക്യം ഉണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഉപവാക്യം ഉണ്ടാവും. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. മേ സമജ്താ താ കി തും സച്ച് ബോലോഗെ. കണ്ടോ, അത് മറ്റെന്താണ്, ഇവിടെ മേ സമജ്താ പ്രധാന വാക്യമായിട്ട് വരുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന വാക്യമാണ് തും സച്ച് ബോലോഗെ. അത് അതിൻ്റെ ആശ്രിതമായിട്ട് വരുന്ന ഉപവാക്യമാണ് അല്ലേ. അത് മറ്റേതിൽ ഡിപ്പെൻഡാണ്. എന്താണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, നീ സത്യം പറയുമെന്നല്ലേ. അപ്പോൾ ഒരു മെയിൻ വാക്യം ഉണ്ടാവും, അതിൻ്റെ ആശ്രിത ഉപവാക്യം ഉണ്ടാവും. ഇനി സംയുക്ത വാക്യം. ഇവിടെ डेफिनेशन നോക്കിക്കോ. जिस वाक्य में दो या दो से अधिक सरल या मिश्र वाक्य परस्पर आश्रित न होकर मिले हुए हो यह संयुक्त वाक्य है. ഇവിടെ എന്തുണ്ട്, വാക്യം ഒന്നിൽ കൂടുതലുണ്ടല്ലേ, പക്ഷേ ഇത് പരസ്പരം ആശ്രിതമല്ല. നോക്കാം, ഉദാഹരണം നോക്കാം, അപ്പോൾ മനസ്സിലാവും. വഹ് ആയ ഓർ മേ ചലാ ഗയ. അത് രണ്ടും എന്താ, കംപ്ലീറ്റ് സെൻറ്റൻസ് ആണല്ലേ. ഞാൻ വന്നു, അവൻ വന്നു, ഞാൻ പോയി എന്നുള്ളത്. ഇവിടെ രണ്ടും നമുക്ക് സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ക്രിയ കംപ്ലീറ്റഡ് ആയിട്ടാണ് പോകുന്നത്, പരസ്പരം ആശ്രിതമായിട്ടുള്ള ഉപവാക്യമല്ലെന്ന് നമുക്ക് ക്ലിയർ ആകും. ഇപ്പോൾ വേറെ ഉദാഹരണം പറഞ്ഞു തരികയാണെങ്കിൽ, तुम लोग अच्छे पढ़ेंगे तो ज़रूर जीत जाओगे. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറയാണ്. അതെന്ത് വരും, അത് മിശ്രവാക്യമാണല്ലേ, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. और मैं घर आ गया और माँ बाजार के लिए चले गए. അവിടെ എന്താ, ഓറിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായത് എന്താ, സംയുക്ത വാക്യമാണ്, ചേർത്ത് പറയാനായിട്ട് ഉപയോഗിച്ച വാക്യമാണല്ലേ. ഇനി ഒന്നും കൂടെ മനസ്സിലാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ മിശ്രവാക്യത്തിൽ പൊതുവെ ഇങ്ങനെ നമ്മൾ സമജ്ദാതാക്കി അല്ലെങ്കിൽ ഒരു സംഭവം കീ ചേർത്തോ അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സംയുക്ത വാക്കിൽ എന്ത് വരും, ഓറൊക്കെ മിക്ക സംയുക്ത വാക്കിലും കാണാനായിട്ട് കഴിയും. ചോദ്യം, ദോ ശബ്ദോं के जुड़ने से बनने वाले शब्द. എൻ്റെ ആൻസർ സമാസിക ശബ്ദമാണ്. ഇതേപോലെ ഇപ്പോൾ രണ്ട് വേർഡ് കൂടി ചേരുന്നതിൻ്റെ ആണല്ലോ ചോദിച്ചത്. അതേപോലെ വർണ്ണിൻ്റെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് दो या दो से ज़्यादा वर्णों के पास आने से होने वाले विकार या परिवर्तन को संधि कहते हैं. വർണ്ണങ്ങൾ കൂടിച്ചേർന്ന സ്വരസന്ധിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സന്ധി ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. संज्ञा के स्थान पर प्रयुक्त होने वाले शब्द को सर्वनाम कहा जाता है. അതിൻ്റെ ഉദാഹരണമാണ് മേ, തും, വഹ്, വേ, ആപ്പൊക്കെ. പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഇപ്പം ഞാൻ വേറൊരു വ്യക്തിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇപ്പോൾ അമൽ ആൺകുട്ടിയാണ്, അമൽ നല്ലൊരു ആൺകുട്ടിയാണ്, അമൽ എല്ലാ ഹോംവർക്കും കൃത്യമായി ചെയ്യും. ഇങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്യും, അമൽ ഒരു ആൺകുട്ടിയാണ്, അവൻ എല്ലാ ഹോംവർക്കും കൃത്യമായി ചെയ്യും,
അവൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ എന്ത് ചെയ്യാണ്? അവൻ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം. എന്നാൽ ആ സംഖ്യയുടെ അതേ അർത്ഥം, ആ നൗണിൻ്റെ അതേ അർത്ഥമാണ്. ഞാൻ അവിടെ അവൻ എന്ന് ഉപയോഗിച്ചേക്കുന്നത് അമലിന് വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ തന്നെയാണ് ആ വേർഡ് ഉപയോഗിച്ചേക്കുന്നതെന്ന് നമുക്ക് ക്ലിയറാണ്. അപ്പോൾ സംഖ്യയുടെ സ്ഥാനത്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെ സർവനാമം എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മലയാളത്തിൽ പറയണേ ഞാൻ, നീ, അവൾ, അവൻ, ഇതെല്ലാം അതിൻ്റെ ഹിന്ദി വാക്ക് നിങ്ങൾ ഓർത്താൽ മതി. മേ, തും, യഹ്, വഹ്, യേ, വയൊക്കെ അതിൻ്റെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമമാണ്. ഇനി സർവനാമിന് മെയിനായിട്ട് 6 ഭേദമാണുള്ളത്. അതിൽ ആദ്യത്തെയാണ് പുരുഷവാചക സർവനാം. പുരുഷവാചക സർവനാമിൽ നിങ്ങൾ ഓർക്കുക, പുരുഷവാചക സർവനാമം എന്താണ്? പറയുന്ന ആളെയും കേൾക്കുന്ന ആളെയും പിന്നെ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതിന് വേറൊരു ഡെഫിനിഷനും പറയാറുണ്ട്. അതായത് എഴുതുന്ന ആളെയും ആർക്കാണോ എഴുതുന്നത് അയാളെയും ആരെക്കുറിച്ചാണോ എഴുതുന്നത് അയാളെയും സൂചിപ്പിക്കാനായിട്ടെന്നും ഒരു ഡെഫിനിഷൻ പറയാറുണ്ട്. അപ്പോൾ പുരുഷവാചക സർവനാമിൽ എന്ത് വരും? പറയുന്ന ആൾ നമുക്കറിയാലോ, എമ്മയും. പിന്നെ എന്താ? കേൾക്കുന്ന ആൾ, തൂത്തും ആപ്പും വരാം. പിന്നെ ആരെക്കുറിച്ചാണോ പറയുന്നത് അല്ലേ, അപ്പോൾ യഹ്, വഹ്, അത് നമുക്ക് അതും അതിൻ്റെ അകത്ത് തന്നെ വരും. ഇനി ഇതിനെ നമുക്ക് 3 ഭേദമായിട്ട് വീണ്ടും തിരിക്കാം പുരുഷവാചക സർവനാമിൽ. അതിൽ വരുന്നതാണ് ഉത്തമ പുരുഷ്, മധ്യമ പുരുഷ്, അന്യപുരുഷ്. നിങ്ങൾ ജസ്റ്റ് ഇത്ര ഒന്ന് ഓർത്താൽ മതി. നമ്മൾ പുരുഷവാചക സർവനാമിന് പഠിച്ച ആ ഡെഫിനേഷൻ ആ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്കിത് 3ഉം കിട്ടും. ഉത്തമ പുരുഷിൽ എന്താ? കഹനേവാല, ലിഖ്നേവാല, അതായത് ആദ്യം പറഞ്ഞ മേം അല്ലേ, മേം. പിന്നെ അതിൻ്റെ പ്ലൂറലായിട്ടുള്ള ഹം അതിൽ വരും. പിന്നെ മധ്യമ പുരുഷിൽ എന്താ? നമ്മൾ രണ്ടാമത് ഡെഫിനിഷൻ്റെ രണ്ടാമത്തെ പാർട്ട് ഏതാ? സുനിനേവാല അല്ലേ, കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ആർക്കാണോ എഴുതുന്നത്. അതെന്തെന്നാ? തൂത്തും ആപ്പ് വരും. പിന്നെ വരുന്നത് എന്താ? ജിസ്കെ ബാരേമേ അല്ലേ, അതേതിൽ വരും? അന്യപുരുഷിൽ വരും. അത് വേ, യേ, വഹ്, യഹൊക്കെ അതിൽ വരും. അപ്പോൾ അതിനെ നമ്മൾ 3 പാർട്ടായിട്ട് അങ്ങ് തിരിച്ചാൽ മതി. പുരുഷവാചകം ഒറ്റ ഡെഫിനിഷൻ പഠിച്ചാൽ നമുക്ക് ഉത്തമ പുരുഷം എഴുതാം, മധ്യമ പുരുഷം എഴുതാം, അന്യപുരുഷം എഴുതാൻ പറ്റും. പിന്നെ വരുന്നതാണ് നിശ്ചയവാചക സർവനാം. ഈ നിശ്ചയവാചകം അനിശ്ചയവാചകം നമുക്ക് ഒരുമിച്ച് ചേർത്ത് അങ്ങ് പഠിക്കാം. നിശ്ചയവാചക സർവനാമിലെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തോ അകലെയുള്ള ഒരു വസ്തുവിനെ നമുക്ക് പർട്ടിക്കുലറായിട്ട് വസ്തു അല്ലെങ്കിൽ വ്യക്തിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇപ്പം നമുക്ക് അടുത്തുള്ളവരെ നമ്മൾ അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുവിനെയോ വ്യക്തിനെ നമ്മൾ എന്താ പറയുക? യഹ് അല്ലേ. പ്ലൂറലാണെങ്കിൽ നമ്മൾ യേ ഉപയോഗിക്കും. അതായത് ഇത്, ഇവർ, ഇവൾ അല്ലേ, അത്. പിന്നെ ദൂർ ഉള്ള വസ്തു ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? വഹ്, വേയൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതാണ് നിശ്ചയവാചകം. ഇനി അനിശ്ചയവാചകം പേരിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് അവിടെ ഒരു ഉറപ്പില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, അപ്പോൾ നമ്മൾ അമ്മേനോട് പറയും, അമ്മ ആരോ വന്നായിരുന്നു. നമുക്ക് അറിയില്ലാത്ത ആളായതുകൊണ്ട് നമ്മൾ ആരോ വന്ന് അമ്മേനെ അന്വേഷിച്ചിട്ട് പോയായിരുന്നു അല്ലേ. അവിടെ നമുക്ക് ഒരു ഉറപ്പില്ല. അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത വ്യക്തിയെ വസ്തുവിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ആരോ ഉപയോഗിക്കില്ല. അതിൻ്റെ ഹിന്ദി നമുക്ക് പറയാം അല്ലേ, കോയി. കോയി, കുച്ചൊക്കെയാണ് അനിശ്ചയവാചക സർവനാമിൽ വരിക. ഇപ്പം നിശ്ചയവാചകം അനിശ്ചയവാചകം മനസ്സിലായല്ലോ. ഇനിയാണ് സംബന്ധവാചക സർവനാം. സംബന്ധവാചക സർവനാം എന്ന് പറഞ്ഞാൽ സംഖ്യ അല്ലെങ്കിൽ സർവനാമിൻ്റെ പരസ്പര ബന്ധം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ പണ്ട് തൊട്ടേ ജോസോ കണക്ട് ചെയ്തല്ലേ നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ജഹാം, വഹാം ഒക്കെ കണക്ട് ചെയ്ത് അങ്ങനെ അതാണ് സംബന്ധവാചകിൽ വരിക. പിന്നെ പ്രശ്നവാചക പേരിൽ തന്നെ ഉണ്ടല്ലേ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താ? ക്വസ്റ്റ്യനാണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രശ്നത്തിന് വേണ്ടി, ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ അതെന്താ? കോൻ, ക്യായൊക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് വരും. ഇനി നിജ്വാചക്. നിജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, സ്വയം എന്നുള്ള ആ ഒരു ഇതാണ് നിജിൻ്റെ അർത്ഥം. അപ്പോൾ നിജ്വാചക സർവനാമം എന്ന് പറയുന്നത് പറയുന്ന ആൾ അല്ലെങ്കിൽ എഴുതുന്ന ആൾ തന്നെ സൂചിപ്പിക്കാൻ സ്വയം ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ഒരു കാര്യം സ്വയം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, മേ അപ്നെ ആപ്പ് കർ ലൂങ്കി എന്ന് പറയാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സ്വയം, അങ്ങനെ ആ ഒരു വേർഡ്സൊക്കെയാണ് ഈ ഒരു നിജ്വാചക സർവനാമിൽ വരിക.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർവനാമം. ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. താങ്ക് യു.